ഞങ്ങള് മീനങ്ങാടി. നിങ്ങൾ ടീമായിട്ട് വന്നാണോ? ഞങ്ങൾ ഇറ്റാച്ചി ഓപ്പറേറ്റേഴ്സാണ്. ഞാൻ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തത് നിങ്ങളാണ്. കാരണം മനുഷ്യരിങ്ങനെ തകർന്നു നടക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ തന്നെയല്ലേ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് നേരത്തെ ഇതേപോലെ നിങ്ങളുടെ ഒരു ടീം ഇത്തരം ദുരന്ത ഇടത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതോ നിങ്ങളുടെ ഒരു മനസ്സിന് ധൈര്യം കൊണ്ട് നിൽക്കുകയാണോ? ഞങ്ങള് മറ്റേ 1000 തെങ്ങില് മറ്റേ സുനാമി ഉണ്ടായില്ലേ, ആ സമയത്ത് ബാർജിൽ പോയി ഇത് എടുക്കാൻ പോയിട്ടുണ്ട്. 1000 തെങ്ങ് കൊല്ലം കരുനാഗപ്പള്ളി അവിടെ പോയിട്ടുണ്ട്. ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ? ഈ നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊരു എല്ലാവരും ഒരു മരവിച്ച അവസ്ഥയാണ്, നമ്മുടെ രക്ഷാപ്രവർത്തകരാണെങ്കിലും അല്ലേ? നമുക്ക് ഭയങ്കര തകർന്നൊരു അവസ്ഥ ഇപ്പൊ നിലവില്. കാരണം ഇതൊക്കെ കാണുമ്പോഴേ പൊതുവെ നമുക്ക് ഒന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിന്റെ ഇടയിൽ നിങ്ങളിപ്പോ തിരയണതിന്റെ ഇടയിൽ ചിലപ്പോ ഈ നാട്ടുകാർ അവരുടെ വീടുള്ളവരൊക്കെ ചിലപ്പോൾ അടുത്ത് വന്ന് നിൽക്കുക അല്ലേ? കാരണം ഞങ്ങളുടെ വീടായിരുന്നു. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയണ്ടായോ? മോള് പോയപ്പോ ഉണ്ടായിരുന്നു. അത് കരഞ്ഞോണ്ടാ പറയുന്നത്, ഇങ്ങനെ ഇവിടെ ഉണ്ട് മെല്ലെ മാന്ത് അങ്ങനെ. നിങ്ങള് നമുക്കറിയാം പലപ്പോഴും ഈ മണ്ണുമാന്തി യന്ത്രങ്ങളെ നമ്മളൊരു വില്ലന്മാരായിട്ടൊക്കെ ചിലപ്പോഴെങ്കിലും മണ്ണ് മാഫിയ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുന്നത് ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ആദ്യഘട്ടത്തിൽ. സാധാരണ ഇപ്പൊ നിങ്ങൾ അല്ലാത്തവരടുത്ത് ജോലി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഇല്ല അല്ലെ? ഇപ്പൊ കല്ലെടുക്കുന്നു, മരെടുക്കുന്നു. പക്ഷെ ഇവിടെ മണ്ണ് മാന്താൻ ഇതിന്റെ കൈ ഇറക്കുമ്പോ മനുഷ്യനിലേക്കാണുള്ള ഫീൽ അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്? എന്താ പറയാ, നമ്മളൊരു കൂട്ടത്തിലുള്ള ഒരാളാണെന്നുള്ളൊരു ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ അതിലോട്ട് ആയിപ്പോവും. വരുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു, സത്യം പറയാൻ ഭയങ്കര ഒരു മാനസിക ഒരു വിഷമം തന്നെയായിരുന്നു. ഈ മേലോട്ടൊക്കെ കയറുമ്പോഴേ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് മാന്താവെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ മാന്താന്ന് പറഞ്ഞു, മാന്തി. അതെല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു മാന്താന്ന് പറയുന്നത് സാധാരണ ഇതിലാണ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇതിന്റെ പല്ലുകൾ ഇറക്കാം. ഇവിടെ നമ്മളെ മനസ്സിലുള്ള വിഷമമാണ്. പിന്നെ എന്താണ് ഇപ്പം നമ്മൾ മാന്തുന്ന സമയത്ത് ചിലപ്പം ബോഡി ആയിരിക്കാം വരുന്നത്. എന്നാലും നമുക്ക് ആ ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പോന്നു.